നീ തുടങ്ങിയ ഗെയിം കളിക്കാൻ എനിക്ക് ആ യൂണിഫോം എങ്കിലും കഴിച്ചിടേടാ. ഒരു മാസം കഴിഞ്ഞ എക്സാം അല്ലേ, അന്നന്ന് എടുക്കുന്ന പാഠം അന്നന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ചെല്ല് പോയി പഠിച്ച. ഇർഫാനെ, എടാ എണീക്ക്, 4 മണിയായി. എടാ ഇർഫാനെ, എന്നോടല്ലേ ഞാൻ രാവിലെ എണീച്ച് പഠിക്കണം എന്ന് പറഞ്ഞേ. എണീക്ക്, വെളുപ്പിന് എണീച്ച് പഠിച്ചാലേ എന്തെങ്കിലും തലേക്ക് വരും. എണീക്കടാ, ബാ എണീക്കേ. കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് അത് കുടിച്ചിട്ട് പഠിച്ച എക്സാം ഇങ്ങ് അടുത്ത്. എടാ 10:30 മണിയായി, വന്നുറങ്ങിയ മോനെ. പഠിച്ചാൽ മതി, ഇനി ബാക്കി നാളെ പഠിക്കവാ. എനിക്ക് എക്സാം റഫീഖ, നിങ്ങൾ ഉറങ്ങിക്കോ, ഓൻ കുറച്ചേരം കൂടി പഠിക്കട്ടെ. എന്നായിരുന്നു ഉറക്കം തൂങ്ങുന്നത്? വേഗം പഠിക്കേ, നാളത്തെ ഒരു എക്സാം കൂടിയല്ലേ എനിക്ക് ബാക്കിയുള്ളൂ. ഈ ഇരുന്ന് ഉറക്കം തൂങ്ങിയതിന്റെ എല്ലാം ഫലം അടുത്ത ആഴ്ച റിസൾട്ട് കിട്ടുമ്പോ അറിയാം. അന്നേരം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഹലോ റഫീഖ, നിങ്ങളെവിടെ ഉള്ളേ? ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാ. എന്താ വിളിച്ചേ? 6 മണിയായില്ലേ, ഇർഫാൻ ഇതുവരെ വന്നിട്ടില്ല. ഓൻ സ്കൂള് വിട്ടിട്ട് അവിടെ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നുണ്ടാവും. നീ ഓനെ കളിക്കാനൊന്നും വിടില്ലല്ലോ. അല്ല റഫീഖ, ഓൻ വീട്ടിൽ വരാൻ ഏടിയും പോവില്ല. ഇന്നും എനിക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടുന്ന ദിവസാ. എനിക്കെന്തോ ഓൻ വരാൻ വൈകുമ്പോ പേടിയാവുന്ന പോലെ. ഇനിയിപ്പോ മോനേടിയാ പരുതുക. നീ വല്ലാതെ പേടിപ്പിച്ചിട്ടാന്ന് എക്സാം മതി എന്നെല്ലാം പറഞ്ഞിട്ട്. പ്രതീക്ഷിച്ചിട്ടില്ല റഫീഖ. അവിടെ ഇതാ ഇവിടെ ഇരിക്കുന്ന ഉമ്മ. എനിക്ക് 9A+ ഉണ്ട് ഉമ്മ. 1 മാത്രമേ 7 ഉള്ളൂ. ഉമ്മ എന്നെ അടിക്കല ഉമ്മ. 4 മാർക്ക് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ആരാ മോനെ അടിക്കുന്നത്? മോനെ ആരും അടിക്കില്ല. മോനിക്ക് നല്ല മാർക്ക് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ മോൻ പേടിക്കുന്നത്? ഇനി നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് ചെയ്താൽ കുട്ടികൾ പതറിപ്പോവില്ല, പിന്നെ കുട്ടികൾ പിടിച്ചാൽ കിട്ടും നമുക്ക്. സോറി റഫീഖ, മോൻ പഠിക്കാൻ വേണ്ടിട്ടല്ലേ.